ഹരി ഓം. ഏവർക്കും SPYS NYC ഷൺമുഖഗണയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസ. എല്ലാവരുടെയും ഉള്ളിൽ സമാധാനവും സന്തോഷവും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സുദിനത്തിൽ നാം എല്ലാവരും എല്ലാ യോഗ ബന്ധുക്കളെയും ഷൺമുഖഗണയുടെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. മനോഹരമായ ഒരു സ്കിറ്റ് അവതരിപ്പിക്കാനായി ടീം ഷൺമുഖഗണയെ ക്ഷണിച്ചുകൊള്ളു. കൃഷ്ണ 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 ഗുരുവായൂരപ്പ ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ 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 ഗുരുവായൂരപ്പ. മാഷന്ന് അമ്പലത്തിൽ നേരത്തെ പോയി തിരിച്ചു വന്നു അല്ലേ? എന്താ മാഷ വിശേഷം? എടോ, അമ്പലത്തിൽ പ്രസാദം താൻ പിടിക്ക. ഇന്നല്ലേ വിശേഷം. എന്റെ മക്കളും പേരമക്കളും എല്ലാരും ഓണം കൂടാങ്ങ് വരില്ലേ. ഇനിയിപ്പൊ എന്റെ വീട് കുറച്ചു ദിവസത്തേക്ക് സ്വർഗാടോ. എന്റെ ശിവനെ, എന്റെ മക്കളെ കാത്തോളേ. എന്താ മാഷ അയച്ചുവെക്കുന്നേ? മക്കളെല്ലാരും എത്തിയോ? താൻ പറഞ്ഞപ്പോഴാ ഓർത്തത്. സുജാത വിളിക്കാന്ന് പറഞ്ഞ് വിളിച്ചില്ലല്ലോ. മറന്നുകാണും. കുട്ടികളല്ലേ, അവളങ്ങ് UK-യിലാണേ. ഞാനൊന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കട്ടെ. മോളെ സുജ, മോളെ നീ എവിടെ എത്തി? യാത്രയൊക്കെ എങ്ങനെ? അച്ഛാ, ഞങ്ങൾ ഇന്ന് പുലർച്ചയോടെ ഷാർജയിലെത്തി. ഞാനും മക്കളും ഒന്ന് ഫ്രഷായി. ഇനി നാട്ടിലേക്ക് 8 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പൊ നാട്ടിൽ കാണാം അച്ഛാ. ശരി അച്ഛാ. മക്കളെ, അത് മുത്തശ്ശനാണ്. എന്ന് വെച്ചാൽ റിട്ടയർഡ് ഹൈസ്കൂൾ അധ്യാപകൻ ഗോവിന്ദനുണ്ണി മാസ്റ്റർ. നാട്ടിലെ പ്രധാനികളിൽ ഒരാളുമാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി എന്താ അറിയേണ്ടത് എന്റെ മക്കൾക്ക്? എന്താ പറഞ്ഞേ? അവന്റെ ഒരു സംശയം. മുത്തശ്ശന് കൊമ്പം മീശയൊന്നുമില്ല. സാധാരണ ഒരു പാവം മനുഷ്യൻ. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഗോപി മാഷ്. മനസ്സിലായില്ലേ? ശരി, അതാണ് എന്റെ അച്ഛൻ. ഹലോ ഹലോ സുജ, നീ എവിടെ എത്തി? ഞങ്ങളിപ്പോ ബോംബെയിൽ എത്തിയതേ ഉള്ളൂ. ഇനി 11 മണി കഴിഞ്ഞാണ് 11 മണിക്കാണ് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ്. മോളെ, അച്ഛൻ വിളിച്ചിരുന്നോ? ഞാൻ ട്രൈ ചെയ്തിരുന്ന, പക്ഷെ കിട്ടിയില്ല. ചേട്ടാ, ഞങ്ങളിപ്പോ ഷാർജയിലെത്തി. ഹരിയേട്ടന് ലീവൊന്നും കിട്ടിയില്ല. ഞാനും മക്കളും ഇങ്ങ് പോന്നു. അച്ഛൻ വിളിച്ചിരുന്നു. സിദ്ധ് വിളിച്ചോ എന്ന് അന്വേഷിച്ചു. പാവം, കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാവും. ചേട്ടാ, സുനിമോളെ ഒന്ന് വിളിച്ചു നോക്കണേ. ഞങ്ങൾക്ക് ബോർഡിങ്ങിന് സമയമായി. ഇനി എയർപോർട്ടിൽ വെച്ച് കാണാം. ഓക്കെ മോളെ, ഓക്കെ. ശരി ശരി. ഹലോ ഹലോ സുനി, നീ എവിടെ എത്തി? ചേട്ടനാ മോളെ? മക്കത്തിന് തിരിച്ചോ? എവിടെ എത്തി?
ഞങ്ങൾ നെടുമ്പാശ്ശേരി ഇറങ്ങി ചേട്ടാ. തൊട്ടടുത്താണല്ലോ ബാബുവേട്ടന്റെ വീട്. ഇപ്പോഴും അവിടെയാണ് ഉള്ളത്. അച്ഛൻ വിളിച്ചിരുന്നോ? എന്നെ വിളിച്ചില്ല. ഞാൻ വിളിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. നിന്നെ വിളിച്ചിരുന്നോ? ആ, വിളിച്ചു. നമ്മുടെ കാറുമായിട്ട് മാധവേട്ടനെ എയർപോർട്ടിൽ അയക്കാന്ന് പറഞ്ഞു. നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് തിരിക്കുമ്പോൾ ഇതിലെ വന്നാ മതി, നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ മോളെ, ഓക്കെ ഓക്കെ. അല്ല സുനി, ബാബു ഇത്തവണയും നൈസായിട്ടങ്ങ് സ്കിപ്പായി അല്ലേ? തിരക്കിലാവും. അതെ ഏട്ടാ, ബാബുവേട്ടന് നിന്ന് തിരിയാൻ സമയമില്ല. സീസൺ അല്ലേ, അടുത്ത തവണ ആട്ടെ എന്ന് പറഞ്ഞു. ഞാനും മോനും ഇങ്ങ് പോന്നു. ആ ഊവേ, അവനോട് നിന്ന് തിരിയാണ്ട് അവിടെ കസേരയിൽ ഇരുന്ന് തിരിയാൻ പറ. ആ ശരി, നമുക്ക് നെടുമ്പാശ്ശേരി നാട്ടിൽ കാണാം. ഓക്കെ ചേട്ടാ. ചേച്ചി വിളിച്ചിരുന്നോ? സുജ ചേച്ചി അവരെവിടെ എത്തി? അവള് വിളിച്ചിരുന്നു. അവൾ ഷാർജയിൽ നിന്ന് ഇപ്പോ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് പിടിച്ചിട്ടുണ്ടാവും. ഞങ്ങളെക്കാളും മുമ്പ് അവള് നെടുമ്പാശ്ശേരിയിൽ എത്തും. കാത്തിരിക്കുകയായിരിക്കും. ഏതായാലും നമുക്ക് ഇത്തവണ ഓണം അടിച്ച് പൊളിക്കണം മോളെ. ഓക്കെ ചേട്ടാ. ചേട്ടത്തിയമ്മയും കുട്ടികളെ എന്തിയെ? ഒന്ന് ഫോൺ കൊടുക്കോ? ഇവിടെ ഉണ്ട്, ഒരു മിനിറ്റ് കൊടുക്കാം. ആക്കി ഫോൺ. ഹലോ. ഹലോ ചേച്ചി. സുനി, സുനി, എന്തൊക്കെയുണ്ട് വിശേഷം? യാത്രയൊക്കെ സുഖമായിരുന്നോ? ഓ, യാത്രയെല്ലാം സുഖമായിരുന്നു ചേച്ചി. അങ്ങനെ നാട്ടിലെത്തി. ഇത്തവണ നമുക്ക് ഓണം പൊടിക്കണം. പാട്ടും ഡാൻസും തിരുവാതിരക്കളിയും എല്ലാം കൂടി സൂപ്പർ ആക്കണം. ഓക്കെ, ഞാൻ റെഡിയാ. എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഞാനൊരു ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ചേച്ചി. അച്ഛൻ പാവം സദ്യയൊക്കെ ഒരുങ്ങി നമ്മളെ കാത്തിരിക്കുകയായിരിക്കും. നമുക്കെന്നാ അവിടെ കാണാം. ഓക്കെ ഓക്കെ, അവിടെ കാണാം. ഓക്കെ. മാധവ, ജാനു, എവിടെ ഇവരല്ല? കുട്ടികൾ ഇപ്പൊ എത്തും. എവിടെ മാധവൻ? മാധവ, മാധവ, കാറെടുക്കൂ. എന്റെ കുട്ടികൾ ഇപ്പൊ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും എയർപോർട്ടില്. സമയം എത്രയായി? ഓ, ഈ മാധവനെ കാണാനില്ല. നല്ലൊരു ദിവസമായിട്ട് തിരുവോണാണ്. കുട്ടികൾ വരും, ഇതൊക്കെ അറിയാം. എന്നിട്ട് ഇപ്പൊ എവിടെ പോയി ഇവനൊക്കെ? ഓ, കാർ എടുക്കാൻ പറഞ്ഞ. മാഷിന് കുട്ടികളെ കാണാനുള്ള തിരക്കുകൊണ്ടാണ്. അല്പം കൂടി ക്ഷമിക്കൂ, സമയമാവുന്നതേ ഉള്ളൂ. ആ, അടുക്കളയിലെ സദ്യ എല്ലാം റെഡിയാണോ? കുട്ടികൾ വരുന്നതിന് മുമ്പേ എല്ലാം റെഡി ആവണം. എല്ലാം റെഡി. ഇനിയിപ്പം പപ്പടം കാശി എടുത്താ മതി. കുട്ടികൾ വന്നാൽ ഉടനെ ഇല വയ്ക്കാം. എല്ലാം റെഡിയാണ്. വന്ന ഉടനെ കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ജ്യൂസും സംഭാരവും കരുതിയിട്ടുണ്ട്. എല്ലാം റെഡി. ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. ഓ, സമാധാനണ്ടേ. മാധവ, കാർ എടുക്കൂ. എന്റെ കുട്ടികൾ എയർപോർട്ട് കാത്തു നിൽപ്പുണ്ടാവും. സമയാവുന്നേ ഉള്ളൂ. മാഷിന് കുട്ടികളെ കാണാനുള്ള ആവേശം കൊണ്ടാണ്. ഇപ്പം അവരിങ്ങെത്തും. ആ, താൻ പറഞ്ഞത് ശരിയാണോ? 2 ദിവസമായി ഉറങ്ങിയിട്ട്. ഉറക്കം വരുന്നില്ല. ഇനിയിപ്പോ മക്കളും കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരാതെ കേൾക്കുമ്പോ
സമയത്തിന് പോലും ഒച്ചിന്റെ വേഗതയുള്ളൂ. അത് അങ്ങയുടെ മാഷിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. അന്ന് കുട്ടികളെ വളർത്തിയത് അങ്ങനെയല്ലേ? ആ താൻ പറഞ്ഞത് ശരിയാണോ? സൗദാമിനി മരിക്കുമ്പോ ചെറിയ മോള് സുനിക്ക് പ്രായം 3, സുജാതയ്ക്ക് 5, സിദ്ധുവിന് 8 വയസ്സ് പ്രായം. പിന്നെ അവര് വളർത്തി വിദ്യാഭ്യാസം കൊടുത്തു, വിവാഹം കഴിച്ചേപ്പിച്ചു, കുട്ടികളൊക്കെ ആയി. കാലം പോയതറിഞ്ഞില്ല. ഇവരിപ്പോ എല്ലാരും വിദേശത്തെല്ലാവരും നല്ല നല്ല സ്ഥിതിയിലാണ്. ആ ഇവിടെ ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കും. ആ മാധവ, താൻ സംസാരിച്ച് നിൽക്കാതെ വേഗം കാർ എടുക്കൂ. എന്റെ കുട്ടികൾ എയർപോർട്ട് കാത്തു നിൽപ്പുണ്ടാവും. കാറിന്റെ ചാവി കയ്യിലില്ലേ? ചാപ്പി കയ്യിലുണ്ട്. ഇപ്പൊ തന്നെ ഇറങ്ങിയാണ് ഈ മാഷിന്റെ ഒരു കാര്യം. ആ മാധവ, വരുന്ന വഴി നമ്മുടെ ബാബുവിന്റെ വീട്ടില് സുനി മോള് കാത്തു നിൽപ്പുണ്ട്. അവളെ കൂട്ടി നിങ്ങൾ എല്ലാവരും വേഗം വേഗം ഇങ്ങോട്ട് വരിക. എനിക്ക് എന്തോ എന്തോ ഒരു വയ്യായ ഒരു അസ്വസ്ഥത, തല കറങ്ങണ പോലെ തോന്നുന്നുണ്ട്. മാധവ, ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ. 2 മണിക്കൂറിന് ശേഷം മാധവ മാഷിന്റെ വീട്. അച്ഛാ, ഓ അച്ഛൻ നല്ല ഉറക്കത്തിലാണെന്ന് തോന്നല്ലോ. അച്ഛാ, 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 മാധവേട്ടാ, മാധവേട്ടാ, നീ വെള്ളം എടുത്തോ. അച്ഛൻ വിളിച്ചിട്ട് മിണ്ടുന്നില്ലല്ലോ. അച്ഛാ, 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 എന്ത് പറ്റി? അച്ഛാ, അച്ഛൻ വിളിച്ചിട്ട് മിണ്ടുന്നില്ലല്ലോ. അച്ഛാ, 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 സിദ്ധു, ഞങ്ങൾ പേടിച്ചുപോയല്ലോ അച്ഛാ. അച്ഛൻ എന്ത് പറ്റി? സുജാതയും മക്കളും എത്തിയുണ്ടല്ലേ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ചെറിയൊരു വയ്യായ, ഇടയ്ക്കൊരു ക്ഷീണം തോന്നി. തീപ്പി സ്വല്പം കുറഞ്ഞു കാണും. അതൊക്കെ ഇപ്പൊ പതിവാ. ഇനിയിപ്പോ നിങ്ങൾ എല്ലാരും കൂടെ വന്നില്ലേ? പമ്പ കിടക്കും. നമുക്ക് എന്നാലും ഒന്ന് ഡോക്ടറെ അടുത്ത് പോകാം, ഒന്ന് ചെക്കപ്പ് ചെയ്യാം. വേഗം ഒരുങ്ങിക്കോളൂ. എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. ഇനിയിപ്പോ നിങ്ങളെല്ലാരും കണ്ടില്ലേ? ആ സന്തോഷത്തില് നമുക്ക് ഇനി ഓണം പൊട്ടി പൊടിക്കാം. എന്നാ പോരെ? ജാനു, ജാനു, കുട്ടികൾ കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക. മക്കളെ, തിരുവോണല്ലേ? അടുക്കളയിൽ ഓണസദ്യ എല്ലാം റെഡിയാണ്. നിങ്ങൾ വരാൻ കാത്തിരിക്കുക. അച്ഛാ, നമ്മള് പാട്ടില്ലേ അച്ഛാ? അതങ്ങ് പാടിയാലോ? അതിപ്പോ ആയില്ലേ? ആ, അച്ഛൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് പാടാൻ. ഞാൻ ഓക്കെയാണ് മക്കളെ. അച്ഛന് വയ്യായി വല്ലതുണ്ടോ അച്ഛാ? അച്ഛന് വയ്യായി വല്ലതുണ്ടോ? ഡോക്ടറെ അടുത്ത് പോണോ? എനിക്കൊന്നുമില്ല. ഞാൻ നിങ്ങളൊക്കെ കണ്ട സന്തോഷത്തിലാ. ഇനിയിപ്പൊ നമുക്ക് പാട്ടും ഡാൻസും ഒക്കെ ആയി ഓണം പൊടി പൊടിക്കാം. മക്കളെ, മുത്തശ്ശിന്റെ മക്കളിങ്ങ് വന്നേ. മുത്തശ്ശി ഒന്ന് നേരെ കാണട്ടെ. ആ ഇങ്ങ് വന്നേ. മുത്തശ്ശി നിങ്ങൾക്ക് ഊഞ്ഞാലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഊഞ്ഞാലാടട്ടെ. മക്കളിങ്ങ് വന്നേ. ആ
മക്കളെ നിങ്ങൾ പാട്ട് തുടങ്ങിക്കോ. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്, എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട്, കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിരില്ലിവിടെ മതിലില്ലിവിടെ ഒന്നാണെല്ലാരും. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്, എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട്, കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിരില്ലിവിടെ മതിലില്ലിവിടെ ഒന്നാണെല്ലാരും. മാവിൻ താഴെ കുമ്പിൽ താലോലം കിളിപ്പാടും ഈ ഗാനം പോലും സംഗീത സ്വര സംഗമരാഗങ്ങൾ. തേന്മാവിൻ താഴെ കുമ്പിൽ താലോലം കിളിപ്പാടും ഈ ഗാനം പോലും സംഗീത സ്വര സംഗമരാഗങ്ങൾ. വർണ്ണമേഴു വർണ്ണവും സ്നേഹമാരിവില്ല് പോൽ ഒന്നു ചേർന്നലിഞ്ഞതാണീ പൊൻവീട്. ഓ മാനസങ്ങളൊന്നു ചേർന്നൊരു പൊൻവീട്. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്, എന്നും എന്നും പൂക്കണി വിടരും വീടാണീ വീട്, കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും ഒന്നാണെന്നാരും. പൂവന്തി പൊന്നും മിന്നും ചൂടി വരുന്നു താരകൾ, കോലമിടുന്നു പെൺവളയിട്ടൊരു പുലരിപ്പെൺ കനവ്. പൂവന്തി പൊന്നും മിന്നും ചൂടി വരുന്നു താരകൾ, കോലമിടുന്നു പൊൻവളയിട്ടൊരു പുലരിപ്പെൺ കനവ്. കണ്ണുകൾക്ക് പൊൻകണി, കാതുകൾക്ക് തേൻമൊഴി, പിന്നിലാരു നൽകിയതാണീ സമ്മാനം. ഓ ചന്ദ്രലേഖ പൂത്തുലഞ്ഞൊരു പെൺവീട്. വില്ലിൻ തമ്പുരുമേട്ടും വീടാണീ വീട്, എങ്ങുമെങ്ങും പൂക്കണി വിഴരും വീടാണീ വീട്, കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിരില്ലിവിടെ മതിലില്ലിവിടെ കൊണ്ടാന്നാലാരും. ഓണവില്ലിൻ തമ്പുരുമേട്ടും വീടാണീ വീട്, എന്നും പൂക്കണി വിഴരും വീടാണീ വീട്. മക്കളെ ഓണങ്ങ് പരിപാടിക്ക് എത്തി നിൽക്കല്ലേ. നമുക്ക് എല്ലാവരും കൂടി ചേർന്ന് എതിരേറ്റാലോ? എങ്കിൽ വീടിയുടെ മക്കളെ ആർപ്പോ ആർപ്പോ ഈ സന്തോഷ പൂക്കണി നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ടീം ഷൺമുഖ. അഭിനേതാക്കളും കഥാപാത്രങ്ങളും പരിചയപ്പെടുത്താം. മണികണ്ഠൻ ഗോപിമാഷ്, നിർമ്മൽ കുമാർ സിദ്ധാർത്ഥ്, പ്രസന്ന അഖില, ശശികുമാരി സുജാത, മിനി രാമചന്ദ്രൻ സുനിത, ജോയ് അബ്രഹാം ഡ്രൈവർ, രചന സംവിധാനം മണികണ്ഠ മേനോൻ. ഹരിയോ. ജാഗ്രത ജാഗ്രത ജാഗ്രത. പൊതുജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വനം വകുപ്പിൽ നിന്നുള്ള ഒരു പ്രധാന അറിയിപ്പ്. നാട്ടിൽ ഒരു പുലി ഇറങ്ങിയതായി ചില വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് അറിവ് ലഭിച്ചിരിക്കുന്നു. ബാംഗ്ലൂർ വനങ്ങളിൽ നിന്നാണ് ആ പുലി എത്തിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് രാത്രിയോ പകലോ
ആരും ആവശ്യമില്ലാതെ വെളിയിൽ ഇറങ്ങരുത്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ ഒരു കാരണവശാലും തനിച്ച് വെളിക്കിറങ്ങരുത്. അതായത് മുതിർന്നവരുടെ സഹായമില്ലാതെ വെളിയിൽ ഇറങ്ങരുത്. മുതിർന്നവരും കയ്യിൽ ആയുധങ്ങളും ആയിട്ടേ പുറത്തിറങ്ങാവൂ. പക്ഷെ ഭീതി വേണ്ട, ജാഗ്രത മതി. പുലിയെ പിടിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജാഗ്രത മാത്രം മതി. ജാഗ്രത, ജാഗ്രത, ജാഗ്രത. അയ്യോ ദേ പുലി വരണേ, പുലി വരണേ, പുലി വരണേ, ഓടിക്കോ, ഓടിക്കോ, പുലി വരണേ. ഓടിക്കോ. ഹരി ഓം. ഈ പുലിക്ക് വാലില്ല. അപ്പോഴേ ഈ ഓണ സമയത്ത് ഒരു മലയാളി ഫാമിലി നാട്ടിലേക്ക് ലീവ് എടുത്തുകൊണ്ട് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കാൻ ട്രെയിനില്. അതിന്റെ കൂടെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു സർദാർക്ക് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഫാമിലി. അപ്പൊ രണ്ടുപേരും പരിചയപ്പെടുന്ന സമയത്ത് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കേരളം 100% ലിറ്ററസി ഞാൻ ഇങ്ങനെ പുകഴാൻ തുടങ്ങി മറ്റു മലയാളി കേരളത്തെ പറ്റിയിട്ട്. അപ്പോ നമ്മുടെ സർദാർജി എന്ത് ചെയ്തു, ഞങ്ങൾ കേരളം 100% ലിറ്ററസി ആയിരിക്കാം, പക്ഷെ ഞങ്ങളുടെ പഞ്ചാബ് ഭയങ്കര ശക്തിയാണ്, ഏത് ഭടന്മാരാണ്, ഇങ്ങനെയാണ് അങ്ങനെ പുകഴാൻ തുടങ്ങി. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ചെറിയൊരു തമ്മിലെ എന്താ പറയാ, ഒരു സം സെറ്റ് ഓഫ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. അപ്പൊ സർദാറിന് ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് മലയാളി അച്ഛനുണ്ട് ഈ ആള്, അയാളെ ഒരൊറ്റ അടിച്ചു, പക്കന് ഒരൊറ്റ അടി കൊടുത്തു. എന്നെ അടിച്ചോ? എന്റെ ഭാര്യയെ കൊണ്ട് അടിച്ചു നോക്കുക, അപ്പൊ അറിയാൻ നടക്കണ്ട ഞാൻ വെറുതെ ഇരിക്കില്ല. ഭാര്യയെ കൊണ്ട് ഭാര്യ അടിച്ചു, എന്റെ മോനെ ഒന്ന് അടിച്ചു നോക്കാം. മോനെ ഒന്ന് അടിച്ചു. 3 പേരും വെറുതെ ചെയ്തു. എന്താടാ ഒന്നും ചെയ്തില്ലേ? 3 പേരെ ഞാൻ അടിച്ചല്ലോ. ഇന്ന കാര്യമുണ്ട്. അപ്പൊ ഞാൻ മാത്രം കരുതി വാങ്ങിയെന്നാൽ വീട്ടിൽ പോയി നിൽക്കാൻ എന്നെ എല്ലാവർക്കും പരിഹരിക്കാനാണ്, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണോ? പല നേരം കൊണ്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ആ മലയാളി ട്രെയിനിൽ ചെയിലുണ്ടാകും, അതിൽ കൈ വെച്ചിട്ട് അതിന്റെ വലിക്കുന്ന മാതിരി ആക്കി, ജസ്റ്റ് വലിക്കുന്ന മാതിരി, വലിക്കാൻ പറ്റാതെ നേരെ ആക്കി സർദാറിലേക്ക് വന്നു. കേട്ടോ പഞ്ചാബി പേടിച്ചൊരൊറ്റ വണ്ടിയൊക്കെ നിന്നു. പതുക്കെ വണ്ടി നിന്നിട്ടൊക്കെ നോക്കില്ലേ, ഒരൊറ്റ വലിക്ക് വണ്ടിയെ നിർത്തി കഴിഞ്ഞാൽ ഇതാണ് പഞ്ചാബ് പറഞ്ഞു. അതിനെ പോയിട്ട് പറയാം. അതിന് കുറച്ചു നേരം ആവുമ്പോഴേക്കും ടീറ്റി വന്നു. ആരാടാ ട്രെയിൻ മേടിച്ചത്, ചെയിൻ മേടിച്ചത്? ഞാനാ പഞ്ചാബി, ഞാനാ വിളിച്ചത് പഞ്ചാബി. കേട്ടാ? ശരി, 5 വർഷം ഫൈൻ എടുക്കുന്നു പറഞ്ഞു. അപ്പൊ പതുക്കെ മലയാളി പറഞ്ഞു, കണ്ടില്ലേ 100% ലിറ്ററസിയുടെ കാര്യം. അറിയോ?
ഇന്നീ ഓണാഘോഷ പരിപാടികൾ അവതരിപ്പിച്ച ഷൺമുഖഗണ ടീമിന് നന്ദി പറയുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ യോഗബന്ധുക്കൾക്കും നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹരി ഓം.